കൊല്ലത്ത് വന്ദേ ഭാരതിൽ ജീവൻ രക്ഷാ ദൗത്യം ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് 13 വയസ്സുകാരിയെ ഉടൻ കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിൽ എത്തിക്കും. ഹെലികോപ്റ്റർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ട്രെയിൻ മാർഗം ദൗത്യം തുടങ്ങിയിരിക്കുന്നത്. ഷമീർ അബ്ദുൾ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ഷമീർ, കൊല്ലത്ത് നിന്ന് തന്നെ സമാനമായ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഒരു ഹൃദയം കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു. ഇപ്പോൾ ഒരു 13 വയസ്സുകാരി അതിവേഗം തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ദൗത്യം. തീർച്ചയായിട്ടും ആ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം, അതായത് 3 മണി മുതലാണ് ഈ ദൗത്യം ആരംഭിച്ചത്. ഈ കുട്ടിയെ എത്രയും വേഗം കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ എത്തിക്കണമായിരുന്നു. അങ്ങനെ ആംബുലൻസ് വഴിയാണ് ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഈ തീവണ്ടിയിൽ ടിക്കറ്റ് അടക്കം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പ്രേമചന്ദ്രൻ എംപിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ടാണ് 3 ടിക്കറ്റുകൾ ഈ ട്രെയിനിൽ അവൈലബിൾ ആക്കിക്കൊണ്ട് ഈ കുട്ടിയെ ആ സീറ്റിലേക്ക് ഇരുത്തിയത്. ഇപ്പോൾ എന്തായാലും കുട്ടി സീറ്റിലേക്ക് എത്തിയത് 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ തീവണ്ടി എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ നിന്നും മെഡിക്കൽ സംഘം ഈ കുട്ടിയെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരം രാത്രി 10 മണിയോടുകൂടി ഈ കുട്ടിയുടെ ശസ്ത്രക്രിയ നടക്കും. അങ്ങനെ ഈ ശസ്ത്രക്രിയ ആ രീതിയിലാണ് ഈ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കോച്ചിലാണ് ഇത്തരത്തിൽ ഈ കുട്ടി ഉള്ളത്. എന്തായാലും കുട്ടിയും കുട്ടിയുടെ മാതാവും അതുപോലെ കുട്ടിയുടെ സഹോദരന്മാരും 3 പേരാണ് ഈ യാത്രയെ അനുഗമിക്കുന്നത്. എന്തായാലും 2 മണിക്കൂർ നീളുന്ന യാത്ര. പിന്നെ ഈ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് തന്നെ ചില മരുന്നുകൾ ഈ കുട്ടിക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ അത്രയും സമയം അത് മെഡിക്കൽ സംഘം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഉടൻ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തും. എന്തായാലും കൃത്യം രാത്രി 10 മണിയോടുകൂടി ഈ കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ നടക്കും. അങ്ങനെ ആവണി മോൾക്ക് വേണ്ടി ഒരു നാട് ഒന്നാകം ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ 60 ലക്ഷം രൂപയോളം പിരിച്ചെടുത്ത് നാട്ടുകാർ ഈ കുട്ടിക്ക് വേണ്ടി പിരിവെടുത്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് വളരെ വേഗം ഈ കുട്ടിക്കൊരു വിളി ചെല്ലുന്നതും ഇത്തരത്തിൽ വേഗത്തിൽ ഈ കുട്ടിയെ ലിസി ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുന്നതും അങ്ങനെ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവരുന്നതും ഏതാണ്ട് 20 മിനിറ്റോളം ഇവിടെ അവർ കാത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്ദേ ഭാരത് തീവണ്ടി എത്തിയിരിക്കുന്നു. ഈ തീവണ്ടിയിൽ ഇനി 2 മണിക്കൂർ നീളുന്ന യാത്ര. അതിനുശേഷം ഇതുപോലെ എറണാകുളം സ്റ്റേഷനിലേക്ക് എത്തും. അവിടെ നിന്ന് ആംബുലൻസ് മാർഗം മെഡിക്കൽ സംഘവുമായി കുട്ടി ആശുപത്രിയിലേക്ക് എത്തും. രുചീഷ്, ഹെലികോപ്റ്റർ പെട്ടെന്ന് കിട്ടാത്ത ഒരു സാഹചര്യമാണോ ഉണ്ടായത്? തീർച്ചയായിട്ടും ഇതിൽ ഹെലികോപ്റ്ററിനായുള്ള ഒരു അവൈലബിലിറ്റി നോക്കിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അടക്കം ഇവിടെ സ്ഥലത്തില്ലാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അത് ലഭ്യമാകാതെ വന്നത്. വളരെ വേഗത്തിൽ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് ചില ശ്രമങ്ങൾ നടത്തി നോക്കി. പക്ഷേ അത് വൈകിയതോടു കൂടിയാണ് ഈ വന്ദേ ഭാരത് തീവണ്ടിയിൽ കൊണ്ടുപോകാനായി തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് അവർ കൊല്ലം MP NK പ്രേമചന്ദ്രനെ വിളിക്കുന്നതും അതിനായി ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഓഫീസ് നടത്തുകയും 3 ടിക്കറ്റുകൾ അദ്ദേഹം ഇതിൽ പെട്ടെന്ന് തയ്യാറാക്കി നൽകുകയും ചെയ്തത്. അങ്ങനെ അഞ്ചലിൽ നിന്നും ഒരു ആംബുലൻസ് മാർഗം ഏതാണ്ട് 3 മണിയോടുകൂടി ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുന്നു. വഴിനീളെ വാളണ്ടിയർമാർ അടക്കമുള്ള ആളുകൾ നിന്ന് യാത്ര ക്രമീകരിച്ചു. നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തി ഏതാണ്ട് 20 മിനിറ്റോളം ഈ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു. പക്ഷേ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അതിനെ കുട്ടിക്കില്ല. പക്ഷേ വേഗത്തിൽ ഈ കുട്ടിയെ അവിടെ എത്തിക്കേണ്ടതുണ്ട്. കാരണം ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ ചില ചെക്കപ്പുകൾ നടത്തേണ്ടതുണ്ട്. കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുട്ടിയുടെ ചികിത്സ നടന്നിരുന്നത്. എന്തായാലും അതൊക്കെ ചെയ്യേണ്ട സമയക്രമമുണ്ട്. അപ്പോൾ ആ സമയക്രമം പാലിക്കണമെങ്കിൽ ഈ വന്ദേ ഭാരതിലെങ്കിലും ഈ കുട്ടിയെ കൊണ്ടുപോകാനേ കഴിയൂ. അതുകൊണ്ടാണ് വന്ദേ ഭാരതിൽ യാത്ര ക്രമീകരിക്കുകയും ചെയ്തത്. എന്തായാലും വന്ദേ ഭാരത് 2 മണിക്കൂർ കൊണ്ട് എറണാകുളത്തേക്ക് ഓടിയെത്തും. അതിനുള്ളിൽ ഈ കുട്ടിയെ അവിടെ നിന്നുള്ള മെഡിക്കൽ സംഘം ഈ കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോയി ലിസി ആശുപത്രിയിലെത്തി അവിടെ നിന്ന് പരിശോധനകൾ നടത്തും. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. കുട്ടി ഇപ്പോൾ വന്ദേ ഭാരത് തീവണ്ടി ഇവിടെ നിന്ന് പുറപ്പെടും. ഇനി 2 മണിക്കൂർ ഈ കുട്ടി ഈ തീവണ്ടിക്കുള്ളിലാണ് ഉള്ളത്.
അവിടെ എത്തുന്നതോടുകൂടി തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള പരിശോധനകളും മറ്റും നടത്തി 10 മണിയോടുകൂടി രാത്രി 10 മണിയോടുകൂടി ആ ഹൃദയ ശസ്ത്രക്രിയ നടക്കും. എന്തായാലും ഒരു നാട് അഞ്ചൽ എന്ന പ്രദേശം ഒന്നാകെ ഈ കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ ഇപ്പോൾ നാടൊന്നാകെ ഈ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് സക്സസ് ആവണേ, അല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കണം എന്നുള്ള പ്രാർത്ഥനയിലാണുള്ളത്. എന്തായാലും വന്ദേ ഭാരത് ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ 2ാം പ്ലാറ്റ്ഫോമിൽ നിന്നും ഇപ്പോൾ പുറപ്പെടുകയാണ്. കരുജീഷ്, ഈ ശസ്ത്രക്രിയ സംബന്ധിച്ച് ഈ ലിസി ഹോസ്പിറ്റലിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണോ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ലിസി ആശുപത്രിയിൽ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ശസ്ത്രക്രിയ കൃത്യം രാത്രി 10 മണിക്ക് തന്നെ നടത്താനുള്ള ക്രമീകരണം ആശുപത്രി നടത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതൊക്കെ തന്നെ ഒരുക്കി വെച്ച ശേഷമാണ് അവർ ഇത്തരത്തിൽ ഈ കുടുംബത്തെ വിവരം അറിയിച്ചത്. വളരെ വേഗത്തിൽ ഈ കുട്ടിയെ അവിടെ കൊണ്ടുവരണം. ആദ്യഘട്ടത്തിൽ ആംബുലൻസിൽ അവിടേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം ഇവർ നടത്തിയെങ്കിലും ആംബുലൻസ് ഈ തിരക്കിനിടയിൽ ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ തന്നെ പ്രശ്നമായതിനാൽ അത്രയും സമയത്തിനകം അവിടെ ഓടിയെത്തില്ല. അപ്പോൾ സുരക്ഷിതമായി കൊണ്ടുപോകാൻ പിന്നൊരു മാർഗം ഈ തീവണ്ടിയാണ്. അതും വന്ദേ ഭാരത് മാത്രമാണ് ഈ 2 മണിക്കൂറിനുള്ളിൽ അവിടെ ഓടിയെത്താൻ കഴിയുന്ന ഒരു തീവണ്ടി. അങ്ങനെയാണ് ഈ കൊല്ലം ലോക്സഭാ പ്രതിനിധി NK പ്രേമചന്ദ്രനെ അവർ ബന്ധപ്പെടുന്നത്. അങ്ങനെ ആ ടിക്കറ്റ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ശരിയാക്കി കൊടുക്കുന്നു. അങ്ങനെ 3 മണിയോടുകൂടി ആംബുലൻസിൽ കയറ്റുന്നു. ഏതാണ്ട് ആംബുലൻസ് കൊല്ലത്ത് നിന്ന് വന്ദേ ഭാരത് പുറപ്പെട്ടിട്ടുണ്ട്. 13 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയ ഇന്ന് രാത്രി 10 മണിക്ക് ലിസി ഹോസ്പിറ്റലിൽ വെച്ച് നടക്കും. ഒരു രക്ഷാദൗത്യം അത് വന്ദേ ഭാരതിൽ നടത്തുകയാണ്. ഹെലികോപ്റ്റർ ലഭിക്കാത്തതിനെ തുടർന്നാണ് വന്ദേ ഭാരതിൽ പോകാനുള്ള കുടുംബത്തിൻ്റെ തീരുമാനം ഉണ്ടായത്.